എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും റാങ്കേഴ്സ് ഹോമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് PSC പരീക്ഷയും അതുപോലെ തന്നെ പരിശീലനം, അതുപോലെ തന്നെ ഫീ എത്രയൊക്കെയാണ് ഒരു വർഷത്തെ ഫീ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ LDC അതുപോലെ തന്നെ CPO ഡിഗ്രി ലെവൽ ഒരു പ്രത്യേകമായിട്ടുള്ള പാക്കേജാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ LDC പ്രിലിമിൻസ് ഇപ്പോൾ നിലവിലിപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. LDC പ്രിലിമിൻസിൻ്റെ പരിശീലനത്തിന് പ്രത്യേകത പറയുമ്പോൾ റിവിഷൻ ഓറിയൻറ്റഡ് ആണ്. നമുക്കറിയാവുന്നതാണ് PSC പരിശീലനത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് റിവിഷനാണ്. റിവിഷൻ കൂടാതെ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, അതുപോലെ തന്നെ കുറേ നോട്ട്സ് കൊടുക്കുക, മെറ്റീരിയൽ കൊടുക്കുക, അതൊന്നും പ്രത്യേകിച്ചൊരു കാര്യം ഉണ്ടായിരിക്കില്ല. അത് കൃത്യമായിട്ട് പരിശീലിപ്പിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, റാങ്കുകൾ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ മേക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് ഉദ്യോഗാർത്ഥികൾ എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക. കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് 500 വീഡിയോസും അപ്ലോഡ് ചെയ്ത് തന്നിട്ട് ഈ പറയുന്ന പോലെ തന്നെ കുറേ പൈസയും വാങ്ങിയിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിരിക്കില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവേകപൂർണമായിട്ടുള്ള തീരുമാനങ്ങളാണ് എടുക്കേണ്ടത്. കാരണം ഓരോ രൂപയ്ക്കും അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്താണ് ആവശ്യം, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഈ പറയുന്ന പോലെ തന്നെ പരിശീലനം നൽകുന്നുണ്ടോ, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റിവിഷൻ, മൾട്ടിപ്പിൾ റിവിഷൻ തന്നെയാണ് ഈ PSC പരിശീലനത്തിൻ്റെ ബാക്ക് ബോൺ. കൃത്യമായിട്ടുള്ള മോണിറ്ററിങ്ങും ഫോളോ അപ്പും ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഏറ്റവും മികച്ച റാങ്കൊക്കെ മേക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിന് പ്രത്യേകത, ഒരുപാട് ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റിൽ എത്തിച്ച് സർക്കാർ ജോലി എത്തിച്ച സ്ഥാപനമാണ് ഈ റാങ്കേഴ്സ് ഹോം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പാക്കേജ് പറഞ്ഞു ഞാൻ. LDC പ്രിലിമിൻസ്, മെയിൻ, അതുപോലെ തന്നെ CPO, അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ഒരു വർഷത്തേക്ക് 1500 രൂപയാണ് ഫീസ് വാങ്ങുന്നത്. ഒരു വർഷത്തേക്കുള്ള കാര്യമാണ്. കൃത്യമായിട്ടുള്ള രീതിയിൽ ഈ പറയുന്ന പോലെ തന്നെ ആസൂത്രണത്തിലൂടെ തന്നെ റിവിഷനും മൾട്ടിപ്പിൾ റിവിഷനും ചെയ്തുകൊണ്ടാണ് നമ്മുടെ പരിശീലനം ഇവിടെ നൽകുന്നത്. അതുപോലെ തന്നെ HSA പരീക്ഷയ്ക്ക് HSA സോഷ്യൽ സയൻസ്, HSA നാച്ചുറൽ സയൻസ്, HSA മാത്സ്, അതുപോലെ തന്നെ HSA ഫിസിക്കൽ സയൻസ്. ഒരിക്കൽ കൂടി പറയാം, HSA നാച്ചുറൽ സയൻസ്, HSA ഫിസിക്കൽ സയൻസ്, HSA മാത്തമാറ്റിക്സ്, HSA സോഷ്യൽ സയൻസ്. ഇവയ്ക്കും ഒരു വർഷത്തേക്ക് 1500 രൂപ മാത്രമേ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വാങ്ങുന്നുള്ളൂ. ഒരുപാട് 10,000, 10,000, 15,000 ഒന്നും വാങ്ങുന്നില്ല. കാരണം ഞങ്ങൾക്ക് ഈ സ്ഥാപനങ്ങളുണ്ട്, ഓഫ്ലൈനായിട്ട് സ്ഥാപനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഉദ്യോഗാർത്ഥികളെ ഈ ചുരുങ്ങിയ പൈസ കൊണ്ട് ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ സാധിക്കും. കൃത്യമായിട്ടുള്ള പ്ലാനിങ് ആണ്. അതായത് റിവിഷൻ എല്ലാ ദിവസവും പരീക്ഷ ഉണ്ടായിരിക്കും, റിവിഷൻ ഉണ്ടായിരിക്കും, മൾട്ടിപ്പിൾ റിവിഷൻ ഉണ്ടായിരിക്കും. അതൊക്കെ എഴുതുക. അങ്ങനെ നമ്മൾ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും അല്ലേ. നമ്മൾ കഠിനാധ്വാനം, അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഇവിടെ അതുണ്ട്, ആ വീഡിയോ ഉണ്ട്, ഈ വീഡിയോ ഉണ്ട്, ആ നോട്ട്സ് ഉണ്ട്, ഇതൊന്നും അല്ല ഇവിടെ പറയുന്നത്. മറിച്ച് കഠിനാധ്വാനം ചെയ്യുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഈ ആപ്പിലേക്ക് സ്വാഗതം ചെയ്യണം. ഒരിക്കൽ പോലും അങ്ങോട്ട് ഒരാളെയും ക്യാൻവാസ് ചെയ്തിട്ട് വരാൻ ഒരിക്കൽ പോലും പറയില്ല. വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വാങ്ങുന്നുള്ളൂ. നിങ്ങൾക്കറിയാം, കേവലം ഒരു 100 രൂപയോ 125 രൂപയൊക്കെയാണ് പെർ മന്ത് ഇവിടെ വരുന്നുള്ളൂ. അതുപോലെ തന്നെ കേട്ടറ്റ് കാറ്റഗറി 1ഉം 2ഉം. അപ്പം നിങ്ങളുടെ കുറേ കൂട്ടുകാരൊക്കെ ഉണ്ടായിരിക്കും, റിലേറ്റീവ്സ്, അവരോടൊക്കെ പറയാം. ഈ പറയുന്ന പോലെ തന്നെ 1000 രൂപയാണ് കാറ്റഗറി 1ഉം കാറ്റഗറി 2നും വേണ്ടിയിട്ട് മേടിക്കുന്നത്. ഒരു വർഷം കാലാവധി ഉണ്ടായിരിക്കും. ഈ പറയുന്ന കാറ്റഗറി 1, കാറ്റഗറി 2 സൈക്കോളജി ഒക്കെ കൃത്യമായിട്ട് അതിൽ പ്ലാൻ ചെയ്ത് നൽകുന്നുണ്ട്. റിവിഷൻ തന്നെയാണ്, ആവർത്തന റിവിഷൻ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സൈക്കോളജിയാണ് നമ്മൾ കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്നത്. സൈക്കോളജി, മാത്സ്, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ തന്നെ ഇംഗ്ലീഷ്, ഇതിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തു തന്നെയാണ് നമ്മളിവിടെ പരിശീലനം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ കൃത്യമായ രീതിയിൽ വിവേകത്തോട് കൂടിയിട്ട് ഈ പറയുന്ന പോലെ തന്നെ ഓരോ രൂപയും നമ്മൾ മുടക്കുന്ന സമയത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ ഉദ്യോഗാർത്ഥികൾ നോക്കുക. എന്നിട്ട് ഏതിലും നമ്മൾ പൈസ മുടക്കാൻ തയ്യാറാവുക. കൃത്യമായിട്ടുള്ള ആസൂത്രണമോ അതുപോലെ തന്നെ റിവിഷനോ ഒന്നും ഇല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു കാര്യവും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചുണ്ടായിരിക്കില്ല. വെറുതെ ടൈം സ്പോയിൽ ആവുക, അല്ലെങ്കിൽ പൈസ പോവാന്നല്ലാതെ പ്രത്യേകിച്ചൊരു കാര്യം ഉണ്ടായിരിക്കില്ല. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഭാഗമൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ പറയുന്ന പോലെ തന്നെ ആപ്പിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പ് ലിങ്കും അതുപോലെ തന്നെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ, കഠിനാധ്വാനം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ആപ്പിലേക്ക് സ്വാഗതം. താങ്ക് യു.